ബ്ലോക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് നേരത്തെ എത്താൻ കൂടി ഇവിടെ എത്തി. ഇപ്പോൾ കർക്കിടക മാസം ഇന്നങ്ങ് പോവുകയാണ് അല്ലേ. പയ്യെ ചിലരുടെയൊക്കെ മുഖത്തൊക്കെ ചില സന്തോഷമൊക്കെ ഉണ്ട്. എന്തിനായിരിക്കും 30 ദിവസം എന്തായാലും 1-ാം തീയതി തുടങ്ങി വെച്ച് 30-ാം തീയതി ഒന്ന് എത്തിച്ച് രാമായണം ഒന്ന് പൂജിച്ച് ഭംഗിയാക്കി എവിടെയെങ്കിലും ഭദ്രമായി വെച്ചാൽ അടുത്ത കർക്കിടകത്തിൽ എടുക്കാം അല്ലേ. ഇങ്ങനൊരു മാനസികാവസ്ഥയുണ്ടോ? നിങ്ങൾക്കില്ല, ചിലർക്കുണ്ട് അല്ലേ. വായിക്കാം. അപ്പം അങ്ങനെ നമുക്ക് പലപ്പോഴും കർക്കിടക മാസമായാൽ രാമായണം ഒന്ന് വായിക്കാം, കർക്കിടക മാസം അല്ലെങ്കിൽ പിന്നെ രാമായണം വായിക്കുക എന്നുള്ളത് അപൂർവമായി ചില ആളുകൾ ചെയ്യുന്നുണ്ടാവുമെങ്കിൽ ചെയ്യാം എന്ന്. എന്താണ് കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു രാമായണം വായന എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ പുറത്തെങ്ങുമില്ല. ഈ ഒരു ആചാരം കേരളം അപ്പുറം പോയാൽ തമിഴ്നാട്ടിലില്ല, അല്ലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലൊന്നും കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക എന്ന് പറയുന്ന ഒരു ശീലം പൊതുവെ. കേരളത്തിൽ കർക്കിടക മാസം അല്ലേ, കർക്കിടക മാസമാണ് ശരി. നമ്മൾ പലപ്പോഴും ഉച്ചരിക്കുമ്പോഴും കർക്കിടകം എന്നാണ്. അപ്പോൾ കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങിയത് 1982 തൊട്ട്. 1982 നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്നിട്ടുള്ള വിശാല ഹിന്ദു സമ്മേളനം, നിങ്ങളൊക്കെ ഓർമ്മയിലുള്ളവരുണ്ടാവുമായിരിക്കും അല്ലേ. വിശാല ഹിന്ദു സമ്മേളനം നമ്മുടെ ചെങ്കോട്ടക്കോണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന സംപൂജ്യ സത്യാനന്ദ സ്വാമികൾ, അതോടൊപ്പം പി പരമേശ്വർജി അടക്കമുള്ള കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെ ആ സമ്മേളനത്തിൽ വെച്ചുള്ള കൂട്ടായ തീരുമാനത്തിൻ്റെ ഫലമായി ആ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനമാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കണം. ഈ പ്രഖ്യാപനം വന്ന സമയം നമ്മുടെ മാധ്യമങ്ങൾ ഒക്കെ ഇന്നത്തെ പോലെ തന്നെ അന്ന് അതിനെയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. പക്ഷെ ആ മാധ്യമങ്ങളെല്ലാം ഇന്ന് അവരുടെ പത്രത്താളുകളിൽ രാമായണ വിചാര ഭാഗമായി 8-10 കോളങ്ങൾ കർക്കിടക മാസത്തിൽ രാമായണത്തിന് വേണ്ടി മാറ്റി. പൊതുവെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നത് പഞ്ഞക്കർക്കിടകം. കേട്ടിട്ടുണ്ടോ? പഞ്ഞക്കർക്കിടകം. ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ടാകുന്ന കോരിച്ചൊരിയുന്ന മഴയും അല്ലെ, കണ്ടപൊഴുകി വരുന്ന നദികളും ഇരുമ്പി ഉയരുന്ന കായലുകളും കടലുകളും അല്ലെ, ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലുണ്ടാകുക. അപ്പോൾ നമ്മൾ കർക്കിടകം എന്ന് പറയുന്ന പഞ്ഞക്കർക്കിടകം എന്നും ആ കൂടെ മറ്റൊരു പേര് കൂടി പറയും കർക്കിടകത്തിന്. എന്താണ്? കള്ളക്കർക്കിടകം എന്നും പറയും. കേട്ടിട്ടുണ്ടോ? കള്ളക്കർക്കിടകം വരാം. കർക്കിടകം 30-ാം തീയതി അടിച്ച് തളിച്ച് വൃത്തിയാക്കി പൊന്നിൻ ചിങ്ങമാസത്തിന്റെ പൊൻപുലരിയെ സ്വാഗതം ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറായി. പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും നമുക്ക് മനസ്സിലാകും. കള്ളക്കർക്കിടകം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചില വിരുദ്ധന്മാർ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറും. TTR വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കള്ളവണ്ടി കയറി എന്ന് പറയും. അപ്പോൾ വണ്ടിയാണ് അവിടെ കള്ളൻ, ടിക്കറ്റ് എടുക്കാത്ത ആളല്ല എന്നതുപോലെയാണ് നമ്മൾ കർക്കിടകത്തെ കള്ളക്കർക്കിടകം എന്നായിരുന്നു പറഞ്ഞത്. ആ കള്ളക്കർക്കിടകത്തിൽ നിന്നും രാമായണ മാസമായി 82 തൊട്ടുള്ള പരിവർത്തനം ഇന്ന് ഏതാണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേത്ര സന്നിധികൾ, ഗ്രഹാന്തരീക്ഷങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെയും രാമായണ പാരായണത്തിൻ്റെ ഈരടികൾ മുഴങ്ങിക്കേൾക്കുന്ന സാധ്യത അല്ലേ.
എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി നമ്മൾ ആചരിക്കണം എന്ന് തീരുമാനിച്ചു? പൊതുവെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ കർക്കിടക മാസം ഈ മുമ്പ് പറഞ്ഞ കൂട്ട് മഴയും കാലാവസ്ഥ തണുത്തതും ആളുകൾ പുറത്തൊക്കെ വലിയ വേലയൊന്നും ഇല്ലാതെ വിശ്രമ സ്ഥലത്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ആയുർവേദ ഔഷധങ്ങളും തിരുമുകളും പിഴിച്ചിലുകളും ഉഴിച്ചിലുകളും ഒക്കെയായി ശരീരത്തിന് പോഷകങ്ങളെ പ്രദാനം ചെയ്ത് അല്ലെ ശരീരരക്ഷ ചെയ്തൊരു കാലമാണ് കർക്കിടകം അല്ലെ. ആ കർക്കിടകത്തിൽ ശരീരത്തോടൊപ്പം ആത്മാവിനെ പോഷിപ്പിക്കാൻ കഴിയുന്ന സത്സംഗങ്ങളും പാരായണങ്ങളും ശ്രവണങ്ങളും മനനങ്ങളും നടക്കണം എന്നു നമുക്ക് അങ്ങനെയും സൂചിപ്പിക്കാം. അതിനേക്കാൾ പ്രധാനമായി കർക്കിടകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, നമുക്കൊക്കെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ എന്നാണ്. തർക്കമില്ലല്ലോ. 25 മണിക്കൂർ ഒരു ദിവസമുള്ള ആരും ഇല്ലല്ലോ. ഇല്ല അല്ലെ, 24 മണിക്കൂർ. അപ്പൊ ഈശ്വരന്മാരുടെ ദിവസം എത്ര ആയിരിക്കും ഒരു ദിവസം? നമുക്ക് 24 മണിക്കൂർ ആകുമ്പോൾ ഭഗവാന്റെ ഒരു ദിവസം എത്ര മണിക്കൂറായിരിക്കും? എത്ര ആയിരിക്കും? 365 ദിവസം എന്ന് വെച്ചാൽ ഒരു വർഷം. അപ്പൊ ഭഗവാന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ഈ ഒരു വർഷത്തിന് രാവും പകലുമുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ രാവും പകലുമുണ്ട്. പകൽ ഏതായിരിക്കും? ഉത്തരായണം അല്ലെ. ഉത്തരായണം എന്ന് വെച്ചാൽ പകലാണ്. ശുഭകരമായ മംഗളകരമായ കാര്യങ്ങളെല്ലാം ഉത്തരായണത്തിലാണ് നടക്കുക. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, പൂരങ്ങൾ, വെടിക്കെട്ടുകൾ, ആന എഴുന്നള്ളത്തുകൾ, കരിവീരനും ഒക്കെയായി ആഘോഷം തിമിർക്കുന്ന ഒരു കാലയളവാണ് ഉത്തരായണം അല്ലെ. ദക്ഷിണായനം രാത്രികാലമാണ്. ശുഭകരമായ കാര്യങ്ങളൊന്നും ഈ കാലയളവിൽ ഉണ്ടാകില്ല. അപ്പൊ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് കടക്കുന്നതാണ് കർക്കിടക മാസം. പകലിൽ നിന്നും രാത്രിയിലേക്ക് പോവുക. അപ്പൊ രാത്രിയുടെ തുടക്കം എന്തായിരിക്കും? എന്തായിരിക്കും? സന്ധ്യ അല്ലെ. സന്ധ്യ കഴിഞ്ഞാലേ രാത്രിയാകുക. സന്ധ്യ. അങ്ങനെയെങ്കിൽ കർക്കിടക മാസം എന്തായിരിക്കും? ദേവസന്ധ്യ. സന്ധ്യക്ക് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? രാമനാമം ഒക്കെ ചെല്ലണം അല്ലെ. നാമം. അങ്ങനെ നമ്മൾ സന്ധ്യക്ക് നാമം ചെല്ലുന്നവരുണ്ടോ ഇവിടെ? എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. മലയാള ടെലിവിഷൻ സംപ്രേക്ഷണ സംഘത്ത് ഒരിക്കലും അവസാനിക്കാത്ത മെഗാഹിറ്റ് സീരിയലുകളുടെ ഇങ്ങനെ ഒഴുക്കിന്റെ ഒരു സമയമായിരിക്കും സന്ധ്യാവേളകൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ശ്രവിച്ചും അല്ലെ ആസ്വദിച്ചും വിചിന്തനം ചെയ്തുമൊക്കെ ജീവിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം എന്നുള്ളത് കൊണ്ടോ അല്ലെ അത്തരം താല്പര്യത്തിലേക്ക് ബുദ്ധിപൂർവം നമ്മളെ എത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയായിരുന്നു. അവിടെ കാവുകളും കുരിയാലകളും അങ്ങനെ ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മുടെ വീട്ടിലെ കൊച്ചു പെൺകുട്ടികൾ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ച് കാവിൽ പോയി തിരികത്തിച്ച് കുരിയാലയിൽ വിളക്ക് വെച്ച് ആ വിളക്കിൻ്റെ ഒരു തിരി ഇങ്ങനെ കയ്യിൽ വെച്ച് ദീപം 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 എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് വരുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ദീപത്തിന് ചുറ്റും ഒത്തുകൂടിയിട്ട് ഹരിനാമകീർത്തനത്തിന്റെ ഈരട്ടികൾ മുഴങ്ങിക്കേൾക്കുന്ന ഹൈന്ദവ കുടുംബ അന്തരീക്ഷമായിരുന്നു ഗ്രാമങ്ങളിൽ ആകെ ഉണ്ടായിരുന്നതെങ്കിൽ ആ ഗ്രാമമടക്കം ഇന്ന് കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്ധ്യാവേളകളിൽ കൂട്ടപ്രാർത്ഥനകൾ, നാമജപങ്ങളുള്ള വീടുകളുടെ എണ്ണം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പ് തൊട്ട് അടയാളപ്പെടുത്തേണ്ടി വരും അല്ലേ. അങ്ങനല്ലേ? ഇതൊക്കെ കുറഞ്ഞന്യം നിന്ന് പോവുക. അതെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എന്ന് ശാസ്ത്രബോധമുള്ള പുരോഗമന ചിന്തയുള്ള ചില ആളുകൾ വളരെ ബോധപൂർവം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സനാതന ധർമ്മം പോലും തെറ്റാണെന്നും അതെല്ലാം ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നും പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക.
അപ്പം ഞാൻ സൂചിപ്പിച്ചത്, അപ്പോൾ കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായി തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒരു കാരണം എന്നുള്ളത് ദേവസന്ധ്യാവേളയിലുള്ള നമ്മളുടെ ജപമാണ്. ഒരു മനുഷ്യന്റെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത ക്രമങ്ങളെ മുകളിലേക്ക് ഉയർത്തുവാൻ, വളർത്തുവാൻ പ്രധാനമായും 2 കാര്യങ്ങൾ നമുക്കുണ്ടാകണം. ഒന്നെന്താണ്? നല്ല സന്ദേശങ്ങൾ ശ്രവിക്കണം. ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടാകണം. നല്ല സന്ദേശങ്ങൾ നമ്മൾ ശ്രവിക്കാറുണ്ടോ? നല്ല സന്ദേശങ്ങൾ ശ്രവിക്കാറുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാകെ ആശങ്കയാവും. ഉള്ളത് പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും, ഉള്ളത് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഒരിടത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സ്വാമി ഞാൻ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഉണരുമ്പോഴേ TV ഓൺ ചെയ്യുമ്പോൾ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, നല്ല സന്ദേശം ശ്രവിക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ പറഞ്ഞിട്ട് നിർത്തി. ഞാനിങ്ങനെ ആകാംക്ഷയുടെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിലേ കേട്ട് ഇതിലേ ഇറങ്ങിപ്പോകുന്ന എനിക്കൊന്നും ഓർമ്മയില്ല, പിന്നെ ഞാൻ കേട്ടിട്ടെന്താണ് കാര്യം? അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, രാവിലെ ഇഡ്ഡലിയും ചട്നിയും കൂട്ടി ചായയും കഴിച്ച് സമ്പൂർണമായി ഉച്ചയാവുമ്പോൾ നമ്മുടെ ക്ലോക്കിലെ മണി ഒന്നൊന്ന് ടക്ക് ടക്ക് അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും വിശപ്പ് ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തുണ്ടാകും? 2-3 കൂട്ടം കറിയും ചോറും ഉണ്ണും, 4 മണിക്ക് ചായ കുടിക്കും, വൈകിട്ട് അത്താഴം കഴിക്കും എന്നതുപോലെ ദഹന പ്രക്രിയയ്ക്ക് അനുസരിച്ച് വിശപ്പിന്റെ അവസ്ഥയ്ക്ക് അനുസൃതമായി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഈ ശ്രവണങ്ങൾ ഉണ്ടാകുകയും സത്സംഗങ്ങൾ കേൾക്കുകയും അത് മനനം ചെയ്യുകയും അത് മറക്കുമ്പോൾ വീണ്ടും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്കുണ്ടാകാം. സത്സംഗങ്ങൾ ഹൈന്ദവ സമാജത്തിന് 10,000-ത്തിലധികം വരുന്ന മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്, അല്ലേ? പുരാണങ്ങളുണ്ട്, വേദങ്ങൾ വെച്ചാൽ അറിവ്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്, അല്ലേ? 18 പുരാണം, 18 ഉപപുരാണം, പിന്നെയോ 2 ഇതിഹാസം. ഈ 10,000-ത്തിലധികം വരുന്ന മഹത്തായ ഗ്രന്ഥത്തെ ഓരോ കാലങ്ങളിലും ജ്ഞാനത്തിൻ്റെ ആഴം വർദ്ധിച്ച് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച്, തത്വത്തെക്കുറിച്ച് വിചിന്തനം ചെയ്ത് അതിനെ വീണ്ടും വ്യാഖ്യാനിച്ച് ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. വാൽമീകിയുടെ രാമായണത്തിന്റെ മൂലാധാരത്തെ തൊട്ടിട്ട് 300-ലധികം വരുന്ന രാമായണം വീണ്ടും ജനിച്ച മണ്ണാണ് ഭാരതം, അല്ലേ? കേരളത്തില് കിളിപ്പാട്ട് രാമായണം, തമിഴ്നാട്ടിൽ പോയ കമ്പരാമായണം, തുളസീദാസിന്റെ രാമചരിതം, അങ്ങനെ നോക്കുമ്പോൾ 300-ലധികത്തോളം വരുന്ന രാമായണമുണ്ട്. അങ്ങനെ 10,000-ത്തിലധികം വരുന്ന മഹത്തായ ഗ്രന്ഥങ്ങൾ അത് കാലോചിതമായി പലരുടെയും കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതിന് വ്യാഖ്യാനങ്ങൾ ചമച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം, നമ്മുടെ സഹോദര മതമായിട്ടുള്ള ക്രൈസ്തവ മതത്തിന് പരിശുദ്ധമായിട്ടുള്ള എത്ര ഗ്രന്ഥമുണ്ട്? എത്രയുണ്ട്? ഒരെണ്ണം, അല്ലേ? അവർക്ക് വിശുദ്ധ ബൈബിൾ അവർക്ക്. മുസ്ലിങ്ങൾക്കോ വിശുദ്ധ ഖുർആനുണ്ട്. ഇത് രണ്ടും അവർ വായിക്കുന്നത് എന്തിനാണ്? അവരാ വചനങ്ങൾ ശ്രവിക്കുന്നതും ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ ആൾക്കാരകളിൽ ആൾക്കൾക്ക് അഭിമുഖം അല്ലാതെയും നിന്ന് കുർബാന ചെല്ലുകയും വിശുദ്ധ ഗ്രന്ഥമായ ആ ബൈബിളിലെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉൾഘോഷിച്ചുകൊണ്ട് ചെല്ലുന്ന വിശ്വാസികളെ അവന്റെ ജീവിതാവസ്ഥകളെ ഉയർത്താൻ കഴിയുന്ന സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്കൊരു പ്രത്യാശ കൊടുക്കുന്നു, അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നു. എന്തിനാണ് പ്രതീക്ഷ? സ്വർഗത്തിലേക്ക് പോകാൻ. അപ്പൊ അവരെന്തിനാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും അതിനനുസരിച്ച് ജീവിക്കുന്നതും? സ്വർഗത്തെ സ്വപ്നം കണ്ടു.
എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം ഇതാണ്: 10,000-ലധികം വരുന്ന മഹത്തായ ഗ്രന്ഥമുള്ള നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണോ? ആണോ? അതെന്തുകൊണ്ടാ? നമുക്കും സ്വർഗത്തിൽ പോയിക്കൂടെ? നിങ്ങളാരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അല്ലേ? അപ്പൊ നമ്മൾ രാമായണം വായിക്കുന്നത് എന്തിനായിരിക്കും? മോക്ഷത്തിനാണ്. മോക്ഷത്തിന് രാമായണം വായിക്കുന്നു. പിന്നെയോ അപ്പോൾ ചോദ്യം ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. നമ്മൾ 10,000-ലധികം വരുന്ന മഹത്തായ ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങളും അതിൻ്റെ തത്വസംഹിതകളെ ഗ്രഹിച്ച് അതിനാവശ്യമായ വിചാരങ്ങളിലൂടെ നാം രൂപപ്പെടുത്തിയെടുക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ, നാം ജീവിക്കുന്ന നമ്മുടെ ഭവനത്തെ സ്വർഗതുല്യമാക്കി തീർക്കാൻ. എവിടെ സ്വർഗമാകാനാ? നമ്മള് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ സ്വർഗതുല്യമാക്കി തീർക്കാൻ, നമ്മുടെ ഭവനത്തെ സ്വർഗതുല്യമാക്കി തീർക്കാൻ, നമ്മുടെ ജീവിതത്തെ മഹത്വവൽക്കരിക്കാൻ, നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠതയുള്ളതാക്കി തീർക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു അല്ലെ? പക്ഷെ അങ്ങനെ നമ്മുടെ ആളുകൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മുടെ പുതിയ തലമുറകളിൽ വളർന്നു വരുന്നവർ, നമ്മുടെ സമൂഹ ചുറ്റുപാടുകളിൽ ഇന്ന് ജീവിക്കുന്നവർ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ തത്വങ്ങളെയൊക്കെ ഒന്ന് ഗ്രഹിച്ചിട്ട് അതിനനുസൃതമായ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ചിട്ടപ്പെടുത്തുവാൻ, മെച്ചപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ സ്വയം വിളിച്ചാൽ നിങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒരമ്മ ധൈര്യമായിട്ട് പറഞ്ഞുണ്ടെന്ന്. ഞാൻ കൈപൊക്കാൻ പറയുന്നില്ല, കാരണം കൈ പൊക്കുമ്പോൾ അത് മൊത്തം പൊക്കാനും പൊക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥ ഇങ്ങനെ. കാരണം കള്ളം പറയണോ ഉള്ളത് പറയണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എൻ്റെ അനുഭവത്തിൽ വളരെ തുച്ഛമായിട്ട് അല്ലേ? അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. വഴിതെറ്റുന്ന യുവത്വങ്ങളും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും നിങ്ങൾ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിക്കാറുണ്ടോ? വാർത്തകൾ കേൾക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? ദിനം പ്രതി നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന മഹത്തായ കുടുംബ ബന്ധം ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ സംഭാവന എന്നുള്ളത് ഭാരതത്തിന്റെ മഹത്തായ കുടുംബ സങ്കല്പമാണെങ്കിൽ ആ കുടുംബ സങ്കല്പങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെടും. യുവത്വങ്ങൾ വഴിതെറ്റി. ഇതിനാണ് നമുക്ക് എന്തുണ്ടാകേണ്ടത്? നല്ല സന്ദേശങ്ങൾ കേൾക്കുകയും ജീവിതാനുഭവങ്ങൾ അറിയുകയും. ജീവിതാനുഭവം എവിടെ നിന്ന് കിട്ടും? എനിക്കെന്റെ അച്ഛനെ കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അച്ഛനിൽ നിന്നുമുള്ള അനുഭവങ്ങൾ അച്ഛനെ എനിക്കറിയുവാനുള്ള കാരണമായി തീർന്നു. എന്റെ മുത്തച്ഛനെ സംബന്ധിച്ച് എനിക്ക് അവ്യക്തമെങ്കിലും ഒരു ധാരണയുണ്ട്. അത് അച്ഛനിൽ നിന്നുമുള്ള അറിവും എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനുമായി ഇടപെട്ട ഓർമ്മകളും എന്നെ ആ ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്നു. അതിൻ്റെ അപ്പുറമുള്ള മൂന്നാമത്തെ തലമുറയെക്കുറിച്ച് നേരിയ ഓർമ്മയുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുള്ള ഓർമ്മ 4, 5, 6 തലമുറകളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിയണം? ആ കാലത്ത് അനുഭവങ്ങളോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതോ അവര് പറഞ്ഞു കേട്ടിട്ടുള്ള വരമൊഴിയോ വാമൊഴികളോ വായിച്ചോ അറിഞ്ഞോ നമ്മൾ അവരെ അറിയുക എന്നുള്ളതാണ് അല്ലെ? പണ്ട് എൻ്റെ മുത്തശ്ശന് കാളവണ്ടി ഉണ്ടായിരുന്നു, അല്ലെ എൻ്റെ മുത്തശ്ശന് അമ്പലം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്. എന്നതുപോലെ നമുക്ക് അനുഭവജ്ഞാനം സൃഷ്ടിക്കപ്പെടാനാണ് നാം ജീവചരിത്രങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്. മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ഉപദേശമാണ് ആ ജീവിതമെങ്കിൽ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. നമ്മുടെ പ്രമാണങ്ങളിലെ ചരിത്രമാണ് ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം.
രാമൻ അന്ധവിശ്വാസമാണ്, രാമൻ ഭാര്യയെ വനത്തിൽ കൊണ്ട് ഉപദേശിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്കാര കേരളത്തിന്റെ, ശാസ്ത്രബോധമുള്ള കേരളത്തിന്റെ, സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിന്റെ സർവകലാശാലകൾക്കുള്ളിൽ കുട്ടിക്കുരങ്ങന്മാർ ഫ്ലെക്സ് വെച്ചുകൊണ്ട് താണ്ഡവമാടുന്ന വർത്തമാന കാലഘട്ടത്തിൽ ശ്രീരാമൻ മാതൃകാ പുരുഷനായി ധർമ്മത്തിന്റെ പ്രതീകമായി ജീവിച്ച ചരിത്ര താളുകളിലൂടെ നമ്മൾ അനുഭവത്തെ ശേഖരിക്കണം. അതുകൊണ്ടാണ് രാമായണം ചരിത്രം. രാമായണം വായിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും? മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയും, ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും, സമൂഹത്തെ ഭിന്നതയിൽ നിന്നും ഏകതയിലേക്ക് എത്തിക്കാൻ കഴിയും, കുടുംബത്തെ അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് എത്തിക്കാൻ കഴിയും, രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയും. അതുകൊണ്ട് രാമായണം വാൽമീകി എഴുതിയതാണ് രാമായണം, ആദി കാവ്യമാണ് രാമായണം. പക്ഷേ വാൽമീകി രാമായണം എഴുതുന്നതിന് മുമ്പ് തന്നെ ഉമാമഹേശ്വര സംവാദത്തിലൂടെ രാമായണത്തിന് തുടക്കമായി. ആ ഉമാമഹേശ്വര സംവാദമാണ് രാമായണം. അങ്ങനെയെങ്കിൽ ആ രാമായണം ഉപദേശിക്കാൻ ഉമാമഹേശ്വരി സംവാദത്തിൽ പാർവതി ദേവി ഭഗവാനോട് ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ രാമതത്വം ഒന്ന് ഉപദേശിക്കാമോ? എന്തുണ്ടെങ്കിലാ അർഹതയുണ്ടെങ്കിൽ, അത് അടിവരയിട്ട് പറഞ്ഞു, അർഹതയുണ്ടെങ്കിൽ. അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു? ഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു, ഭവതി അവിടുന്ന് രാമതത്വം ശ്രമിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട് എന്ന് നോക്ക്. അന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭവതിക്ക് അവിടുന്ന് ശ്രമിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. ഭഗവാൻ രാമകഥകൾ പറഞ്ഞു തുടങ്ങി. ശ്രമിച്ച് അത് എത്തിക്കഴിഞ്ഞപ്പോ പാർവതി ദേവി വീണ്ടും പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് കഥയല്ല, കഥാസന്ദർഭമല്ല, രാമതത്വം എനിക്ക് ശ്രമിക്കാൻ കഴിയുമോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭവതി, ഞാൻ രാമതത്വം ഉപദേശിക്കാം, പക്ഷേ ഒരു ഉപാധിയുണ്ട്. രാമായണത്തിൽ നിന്ന് സമാപനത്തൊക്കെ നീ പാലാട്ടിന്റെ വീട്ടിൽ പൊക്കോ കേട്ടോ, പക്ഷെ 9 മണിക്ക് മുമ്പ് വീട്ടിലേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞു വിട്ട ഭർത്താക്കന്മാർ ഒരു ഉപാധി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ഉപാധിയുള്ളവരൊക്കെ ഉണ്ടാവൂട്ടെ, ഇങ്ങനെ ടൈമൊക്കെ നോക്കും. എന്നതുപോലെ ഭഗവാൻ ഒരു ഉപാധി വെച്ചു. പാർവതി ദേവി, അവിടുന്ന് രാമതത്വം ഉപദേശിക്കാം, പക്ഷെ ഒരു ഉപാധിയുണ്ട്. എന്താണ് ഉപാധി? അശുദ്ധരായ ഭക്തർക്ക് രാമതത്വം ഉപദേശിക്കാൻ പാടില്ല. ശുദ്ധിയുള്ള ഭക്തന് മാത്രമേ രാമതത്വം ഉപദേശിക്കൂ. അപ്പൊ എനിക്കിവിടെ രാമതത്വം എത്ര പേർക്കോ ഉപദേശം തരാൻ പറ്റും? ഇവിടെ ആർക്കെങ്കിലും എനിക്ക് രാമതത്വം ഉപദേശിക്കാൻ പറ്റുമോ? കേൾക്കാൻ ശ്രമിക്കാൻ പറ്റും എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈകൊള്ളു. എല്ലാവർക്കും ശ്രമിക്കാം.